താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡിയിൽ മോഹൻലാൽ സംസാരിച്ച കാര്യങ്ങൾ വിശകലനം ചെയ്തിരിക്കുകയാണ് വി.കെ. ശ്രീരാമൻ. മോഹൻലാലിന്റെ പ്രസംഗം ഓർമ്മയിൽ നിന്ന് എടുത്തെഴുതിയതാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ശ്രീരാമന്റെ കുറിപ്പ്. ആത്മവിമർശനത്തിന് തയ്യാറാകണമെന്നും സ്വയം തിരുത്തി കൂടുതൽ നല്ല മനുഷ്യരാകണമെന്നുമുള്ള ആഹ്വാനമായിരുന്നു മോഹൻലാലിന്റെ പ്രസംഗമെന്ന് വി.കെ. ശ്രീരാമൻ വിലയിരുത്തുന്നു. വി.കെ. ശ്രീരാമന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 30 വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെയൊരു സംഘടനയ്ക്ക് രൂപം കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ പ്രധാനമായും സിനിമയിലെ അഭിനേതാക്കളുടെ ജീവിതത്തിന് തുണയാവുന്ന ഒരു ചാരിറ്റബിൾ സ്ഥാപനത്തിന് രൂപം കൊടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് ആ ലക്ഷ്യത്തിലെത്താൻ ഏറെക്കുറെ സാധിച്ചിട്ടുണ്ട്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാനാവാതെ വീണുപോയ നിരവധി പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അവരെ സഹായിക്കുക എന്നതാണ് സംഘടനയുടെ പ്രധാന ലക്ഷ്യം. അതിന് നമുക്ക് ആവുന്നുണ്ട് ഇപ്പോൾ. മറ്റു ഭാഷകളിലൊന്നും സമാനമായ സംഘടനയില്ല. ഞാൻ തന്നെ അഭിനയിച്ച ചില സിനിമകൾ ഇപ്പോൾ കാണുമ്പോൾ കണ്ണു നിറയാറുണ്ട്. കാരണം പല സീനുകളിലും കൂടെ അഭിനയിച്ചവരൊന്നും ഇപ്പോൾ നമ്മോടൊപ്പമില്ല. നാം ആത്മവിമർശനത്തിന് തയ്യാറാവണം. സ്വയം തിരുത്താനും കൂടുതൽ നല്ല മനുഷ്യരാവാനും നമുക്ക് കഴിയണം. ആ പ്രസംഗം ഓർമ്മയിൽ നിന്ന് എടുത്തെഴുതിയതാണ്. വാക്കുകൾ മാറിപ്പോയിട്ടുണ്ടാവാം, പക്ഷേ പൊരുളിതാണ്. ദിവസങ്ങൾക്ക് മുൻപ് ശ്രീരാമൻ കൗതുകകരമായ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഒപ്പം മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പമുള്ള ഒരു ചിത്രവും. കുറിപ്പിങ്ങനെയാണ്: 10-30 കൊല്ലം മുൻപാണ്. തിരുവനന്തപുരത്ത് പങ്കജ് ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ മലയാള ചലച്ചിത്ര അഭിനേതാക്കളുടെ ഒരു യോഗം നടക്കുകയാണ്. ഒരു സംഘടന രൂപീകരിക്കണം. നടീനടന്മാരുടെ അഭ്യുന്നതി ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രധാനപ്പെട്ട കർമ്മപരിപാടികളെല്ലാം ചർച്ച ചെയ്തു. അതിനുശേഷം അധ്യക്ഷൻ ചോദിച്ചു, എന്താണ് ഇനി അടുത്ത പരിപാടി? സദസ്സ് നിശബ്ദമായി. അപ്പോൾ ഒരാൾ, ആരാണെന്ന് ഓർക്കുന്നില്ല, എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, പണ്ട് മദ്രാസിൽ വെച്ചും ഇങ്ങനെ ഒരു വലിയ യോഗം നടന്നു. സത്യൻ സാറും നസീർ സാറും മുതൽ മലയാളത്തിലെ പ്രമുഖ നടീനടന്മാർ എല്ലാം യോഗത്തിനെത്തിയിരുന്നു. നീണ്ട ചർച്ചയ്ക്ക് ശേഷം സംഘടന രൂപീകരിക്കാൻ തീരുമാനമായി. കമ്മിറ്റി രൂപീകരിച്ചു. പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും തിരഞ്ഞെടുത്തു. പ്രേം നസീർ പ്രസിഡന്റ്, സെക്രട്ടറി തിക്കൃഷി. മീറ്റിംഗ് പിരിയുന്നതിന് മുൻപ് പ്രസിഡന്റ് കമ്മിറ്റിക്കാരോട് ചോദിച്ചു, അപ്പോൾ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി, ഇനി എന്താണ് അടുത്ത പരിപാടി? സെക്രട്ടറി തിക്കൃഷി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ആദ്യം ഒരു നല്ല കെട്ടിടം വാടകയ്ക്കെടുത്ത് അവിടെ ഇരുന്ന് നമ്മൾ മദ്യപാനം തുടങ്ങുന്നു. ഇതോടൊപ്പമുള്ള ചിത്രമെന്ന് പങ്കജ് ഹോട്ടലിൽ വെച്ച് ആരോ എടുത്തതാണ്. ഇതാണ് ആ കുറിപ്പ്. അതേസമയം ജൂൺ 21 നടന്ന അമ്മ അസോസിയേഷന്റെ ജനറൽ ബോഡി യോഗത്തിൽ ശ്വേതയും 17 അംഗ ഭരണസമിതിയും രാജിവെച്ചതിനെ തുടർന്ന് താൽക്കാലിക സമിതി രൂപീകരിക്കാൻ മുതിർന്ന നടൻ ജഗദീഷിനെ പൊതുയോഗം ചുമതലപ്പെടുത്തിയിരുന്നു. ജഗദീഷിന്റെ നേതൃത്വത്തിൽ നടന്ന ദ്രുതഗതിയിലുള്ള ചർച്ചകൾക്കൊടുവിലാണ് രമേശ് പിഷാരടിയെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തത്. കെ.ബി. ഗണേഷ് കുമാർ, സാദിഖ്, കലാഭവൻ ഷാജോൺ, സുരേഷ് കൃഷ്ണ, ഡോക്ടർ റോണി ഡേവിഡ്, ആശ അരവിന്ദ്, കൃഷ്ണപ്രഭ, ദേവീചന്ദന എന്നിവരാണ് അംഗങ്ങൾ. കാലാവധി 4 മാസമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും 1 വർഷത്തിനു ശേഷം നടക്കുന്ന അടുത്ത ജനറൽ ബോഡി വരെ തുടരാമെന്നാണ് ധാരണയെന്നാണ് സൂചന. താരസംഘടനയായ അമ്മയുടെ ചരിത്രം തിരുത്തി താക്കോൽ സ്ഥാനങ്ങളിലേക്ക് വനിതകളുമായി എത്തിയ ഭരണസമിതി 1 വർഷം എത്തും മുൻപാണ് കൂട്ടമായി രാജിവെച്ചത്. പാവയാകാൻ പറ്റിയാലേ ഭാരവാഹിയായി ഇരിക്കാനാകൂ എന്നും തന്നെ അതിന് കിട്ടില്ലെന്നും തുറന്നടിച്ച പ്രസിഡന്റ് ശ്വേതാ മേനോൻ ആ സ്ഥാനം മാത്രമല്ല പ്രാഥമിക അംഗത്വവും രാജിവെച്ചു. തുടർന്ന് 17 അംഗ എക്സിക്യൂട്ടീവും ഒഴിഞ്ഞു. ഇതിൽ വൈസ് പ്രസിഡന്റും നിലവിലെ തർക്കങ്ങളിൽ പരാതിക്കാരിയുമായ നടി ലക്ഷ്മിപ്രിയയും പ്രാഥമിക അംഗത്വം രാജിവെച്ചു. മുൻപ് മോഹൻലാൽ പ്രസിഡന്റായിരുന്ന സമിതിയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദത്തിനു പിന്നാലെ കൂട്ടമായി സ്ഥാനം ഒഴിയുകയായിരുന്നു. ജനറൽ ബോഡി യോഗം തുടങ്ങും മുൻപ് തന്നെ ഭരണസമിതിക്കെതിരെ ചിലർ അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പ് ശേഖരിച്ചു തുടങ്ങിയിരുന്നു. യോഗത്തിൽ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ വാർഷിക റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചതിനു പിന്നാലെ പൊരുത്തക്കേടുകൾ ഓഡിറ്ററും ചൂണ്ടിക്കാട്ടിയതോടെ റിപ്പോർട്ട് അംഗീകരിക്കില്ലെന്ന് അഭിപ്രായം ഉയർന്നു. പിഴവ് തിരുത്താൻ ശ്വേതാ മേനോൻ 45 ദിവസം ആവശ്യപ്പെട്ടെങ്കിലും എതിർവിഭാഗം തയ്യാറായില്ല. കെ.ബി. ഗണേഷ് കുമാർ മോഹൻലാലിനോട് ഇടപെടാൻ അഭ്യർത്ഥിച്ചെങ്കിലും യോഗ തീരുമാനം അംഗീകരിക്കാമെന്നായിരുന്നു നിലപാട്.